in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 4-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. അവൻ അമരത്ത് തലയണയച്ചു ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നാം വായിച്ചു കേട്ട വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇതാ യേശു കർത്താവിൻ്റെ വാക്കിൽ ശിഷ്യന്മാർ അക്കരയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതാ അവർ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് വിരോധമായി വലിയ ചുഴലിക്കാറ്റ് വീശുകയും തിരകൾ പടക് മുങ്ങുമാറ് തള്ളിക്കയറുകയും ചെയ്യുകയാണ്. ആ സമയത്ത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഗുരുവിനെ വിളിച്ചുണർത്തുന്ന ഭാഗമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിളിയെ ഈ പ്രഭാതത്തിൽ ഒന്ന് തിരിച്ചറിയണം. നമ്മെ അവൻ വിളിച്ചു എന്നുള്ള ഉറപ്പുള്ളവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ നശിച്ചു പോകത്തില്ല നിശ്ചയം. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ മടിയിലിരുന്ന പുത്രനെ തന്നുകൊണ്ട് നമ്മോട് പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഏതെല്ലാം മേഖലയിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ തകർന്ന് വലിയ പ്രതികൂലത്തിൽ വലിയ ശൂന്യതയിൽ ഇരിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്, നിങ്ങൾ നശിക്കത്തില്ല. കാരണം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. യേശുവിൻ്റെ വിളി കേട്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ തലത്തിൽ നിൽക്കുന്നതിനോട് ഞാൻ ഈ വചന പശ്ചാത്തലം ഒന്നുകൂടെ ഒന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. 35-ാമത്തെ വാക്യം നമ്മളൊന്ന് ചേർന്ന് വായിക്കുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് 36-ാമത്തെ വാക്യം, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. 37-ാമത്തെ വാക്യം, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ഈ 3 വാക്യങ്ങൾ കാണുമ്പോൾ വിളിച്ചത് യേശുവാണ്. യേശു ഇതാ പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകുക. അവർ പുരുഷാരത്തെ വിട്ട് അവർ ഇരുന്ന പടകിൽ ഇതാ അവർ അക്കരയ്ക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഈ പദം ശ്രദ്ധിക്കണമേ. ഈ ഭൂമി കൊണ്ട് തീരുന്നതല്ല എൻ്റെയും നിങ്ങളുടെ ജീവിതം. നാം ഓരോ ദിവസവും അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. പടക് വെള്ളത്തിൽ ഇറങ്ങിയവർ അക്കരയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ അക്കരയ്ക്ക് തന്നെ പോകും. ഈ പോകുന്ന വഴിയിൽ നിങ്ങളെ അക്കരെ എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന വലിയ ചുഴലിക്കാറ്റുകൾ കാണാം. നിങ്ങളുടെ പടക് മുക്കുമെന്ന് വെല്ലുവിളിക്കുന്ന വലിയ തിരമാലകൾ കാണാം. പക്ഷേ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഒരു നാളും കൈവിടാത്തവൻ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ ഒന്ന് നിങ്ങളെ ഓർപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയിലാണ് ഇന്നും ആയിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നത്തെ സാഹചര്യത്തെ അല്ല നിങ്ങളെ വിളിച്ചവൻ കാണുന്നത്. നിങ്ങൾ കരയ്ക്ക് നിന്നതോ പടകിനകത്ത് കയറിയതോ അല്ല. നിങ്ങളിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല അവൻ നോക്കുന്നത്, നിങ്ങളെ ആരാക്കണമെന്നുള്ളതാണ് അവൻ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് കാണുന്ന വിരോധങ്ങൾ മാറും, ഇന്ന് കാണുന്ന ചുഴലിക്കാറ്റുകൾ മാറും, ഇന്ന് കാണുന്ന വിരോധമായ കാറ്റുകൾ അവസാനിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിളിയിൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഇതാ അവൻ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നത്തിന് മറുപടി പറയാൻ പോകുന്ന ഒരു വലിയ പ്രഭാതമായി ഇത് തീരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വീണ്ടും വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ അക്കരെ എത്തിക്കും. കണ്ണിലെ കൺമണി പോലെ അവൻ നിങ്ങളെ സൂക്ഷിക്കും. ഒരു തിരമാലയ്ക്കോ ഒരു ചുഴലിക്കാറ്റിനോ നിങ്ങളെ തൊടാൻ വിട്ടുകൊടുക്കാതെ ഇതാ എൻ്റെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുകയാണ്. നിങ്ങളും ഞാനും ചിന്തിച്ചതെല്ലാം അവസാനിക്കുമെന്നാണ്. നിങ്ങളും ഞാനും ചിന്തിച്ചത് ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ അടുത്തേതോ സെക്കൻഡുകളിൽ, അടുത്തേതോ മിനിറ്റുകളിൽ, അടുത്തേതോ മണിക്കൂറുകളിൽ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേക്കാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത് വിളിക്കകത്താണോ നിങ്ങൾ നിൽക്കുന്നത്, രണ്ടാമത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിളിച്ചവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ ഉറപ്പുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രതികൂലത്തിന് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല, ഈ കാണുന്ന വെല്ലുവിളിക്ക് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിനക്ക് വിരോധമായി വീശുന്ന കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ കൽപ്പിക്കുന്ന സമയമാണ്, അടങ്ങാൻ കൽപ്പിക്കുന്ന സമയമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലവർക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന വലിയ എതിർപ്പുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന വലിയ വിരോധങ്ങൾ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെല്ലാം അനുഭവിക്കുന്ന എല്ലാ വിരോധങ്ങളിലും അവൻ നിങ്ങളെ വിട്ടുകൊടുക്കാൻ പോവുകയല്ല. ഈ വിരോധങ്ങളുടെ നടുവിൽ നിങ്ങളെ വിളിച്ചവൻ്റെ വലിപ്പമാണ് അവൻ വെളിപ്പെടുത്താൻ പോകുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ, എൻ്റെ ദൈവം പുതിയ വഴികളെ തുറക്കാൻ പോവുകയാണ്. നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതവൻ ചില പോക്കുവഴികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ചിന്തിച്ച വഴി അടഞ്ഞു, ഇനി മറുപടിയില്ലെന്ന് പറയുമ്പോൾ ആരെയോ നോക്കി ഈ പ്രഭാതത്തിൽ പ്രവചനം പറയുകയാണ്, ചില ജനലുകൾ അടഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചില വിൻഡോകൾ അടഞ്ഞതുകൊണ്ടോ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി വലുതും സബലവുമായ ചില വാതിലുകൾ എൻ്റെ ദൈവം ഈ മണിക്കൂറുകൾ തുറക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ, നീ ചിന്തിച്ചിട്ടില്ലാത്ത ചില പോക്കുവഴികൾ ഇതാ ഈ മണിക്കൂറിൽ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോവുകയാണ്. അതെത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ വായിച്ച പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, കൈവിടാത്തവൻ. ഹല്ലേലൂയ. ഇതാ അക്കരയ്ക്ക് പോകുമ്പോൾ വിരോധമായി വീശിയ ആ ചുഴലിക്കാറ്റിൽ, വിരോധമായി തെള്ളിക്കയറിയ ആ തിരമാലയുടെ നടുവിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ വിളിച്ചവൻ എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേറ്റവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ആ ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മണിക്കൂറുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പാ കാണാൻ പോകുന്നത്. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോ, അവൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി ആ ഉയർന്ന തലങ്ങളിൽ ആരും സംസാരിക്കാനില്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ പേപ്പറിന് നീക്കാൻ ആരുമില്ലേ? എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക പ്രതികൂലത്തിൽ വലിയ ശാന്തത വരാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബ വിഷയത്തിനകത്ത് വലിയ ശാന്തത വരാൻ പോകുന്നു. നിങ്ങൾക്ക് വിരോധമായി നിന്ന വെല്ലുവിളികളുടെ നടുവിൽ വലിയ ശാന്തത വരാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ കണ്ണ് നടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ച ദൈവത്തിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്, ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത ആ വലിയ സ്നേഹത്തിനായി, ആ വലിയ കരുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ അത്ഭുതങ്ങളെ കാണട്ടെ, ദൈവപ്രവർത്തികൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കേരളത്തിൽ പലയിടങ്ങളിൽ, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കടന്നു വരാൻ കഴിയും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയൊരു ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുമിക്കാം.
കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.